ഇന്ന് നമ്മൾ നോക്കുന്നത് ബിടെക് ഡിഗ്രി S1 S2 എക്സാമിനേഷൻ ഡിസംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇത് 2019 സ്കീമിന്റെ സപ്ലിമെന്ററി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഹൗ ആർ നാനോ മെറ്റീരിയൽസ് ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ഡയമെൻഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നാനോ മെറ്റീരിയൽസിന് ഡയമെൻഷൻ അനുസരിച്ച് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാമെന്ന്. അപ്പോൾ 4 രീതിയിലാണ് ഈ നാനോ മെറ്റീരിയൽസിനെ ഡയമെൻഷൻ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നത്. 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ്, 1 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ്, 2 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് ആൻഡ് 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ്. അപ്പോൾ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ മെയിൻലി 0 to 100 നാനോമീറ്ററിനുള്ളിൽ വരുന്ന പാർട്ടിക്കിൾസിനെയാണ് ഒരു നാനോമീറ്റർ റേഞ്ചിൽ അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽ റേഞ്ചിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവയുടെ ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് ഒക്കെ എങ്ങനെ ആയിരിക്കണം? 0 to 100 നാനോമീറ്ററിലായിരിക്കണം. അപ്പോൾ ഈ ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് അല്ലെങ്കിൽ XYZ ഡയമെൻഷൻസ് നോക്കുമ്പോൾ ഒരു ഡയമെൻഷൻ പോലും നാനോയ്ക്ക് പുറത്തില്ലാത്തത്, അതായത് എല്ലാം 0 to 100 നാനോമീറ്ററിന് ഉള്ളിൽ വരുന്നവയാണ് നമ്മൾ 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. 0 എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ ഡയമെൻഷനും നാനോ റേഞ്ചിനകത്താണ്, ഒന്നും പുറത്തില്ല. എത്ര ഡയമെൻഷൻസ് പുറത്തുണ്ട് എന്നനുസരിച്ചാണ് നമ്മൾ ഈ 0, 1, 2, 3 കൊടുക്കുന്നത്. അപ്പോൾ ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് എല്ലാം ഒരു 50, 60, 70 റേഞ്ചിലൊക്കെ, അതായത് 0യ്ക്ക് 100നും ഇടയ്ക്ക് വരുന്ന 0 to 100 നാനോമീറ്ററിന് ഇടയ്ക്ക് വരുന്ന നാനോ മെറ്റീരിയൽസ് ആണ് 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ്. എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. നാനോ സ്ഫിയേഴ്സ്, നാനോ ക്ലസ്റ്റേഴ്സ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഇനി 1 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഒരു ഡയമെൻഷൻ, ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് അതിൽ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ നാനോ റേഞ്ചിന് പുറത്തായിരിക്കും. 2 ഡയമെൻഷൻസ് നാനോ റേഞ്ചിൽ തന്നെയായിരിക്കും. ഓക്കെ, ഇതിൽ എക്സാമ്പിൾ ആയിട്ടുള്ളത് നാനോ റോഡുകൾ, നാനോ വയറുകളൊക്കെയാണ്. ഇപ്പോൾ വലിയ നാനോ വയറുകളൊക്കെ ആണെങ്കിൽ അതിന് ലെങ്ത് ചിലപ്പോൾ കൂടുതലായിരിക്കും, പക്ഷെ ബ്രെഡ്ത്തും തിക്നെസ്സും എങ്ങനെയായിരിക്കും? നാനോ റേഞ്ചിൽ തന്നെയായിരിക്കും. അപ്പോൾ നാനോ വയറുകൾ, നാനോ റോഡുകൾ, നാനോ ഫൈബർ, നാനോ ട്യൂബുകളൊക്കെയാണ് 1 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽസ്. ഒരു ഡയമെൻഷൻ നാനോയ്ക്ക് പുറത്ത്. അപ്പോൾ 2 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽസ് എങ്ങനെയായിരിക്കും? 2 ഡയമെൻഷൻ നാനോയ്ക്ക് പുറത്ത്. അതായത് ഇപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും ആവാം, അല്ലെങ്കിൽ ലെങ്തും തിക്നെസ്സും ആവാം. നോക്കുന്നതിൽ 2 ഡയമെൻഷൻസ് നാനോ റേഞ്ചിന് 0 to 100 നാനോമീറ്ററിന് പുറത്തായിരിക്കും. എക്സാമ്പിൾ എന്തൊക്കെയാണ്? നാനോ ഫിലിമുകൾ, നാനോ ലെയറുകൾ, നാനോ കോട്ടിങ്സ് വിത്ത് നാനോമീറ്റർ തിക്നെസ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? 2 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസിന് എക്സാമ്പിൾ ആണ്. അടുത്തത് 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ്. അപ്പോൾ എങ്ങനെയായിരിക്കും? 3 ഡയമെൻഷനും നാനോ റേഞ്ചിന് പുറത്തായിരിക്കും. അതായത് 0 to 100 നാനോമീറ്ററിന്റെ പുറത്തായിരിക്കും 3 ഡയമെൻഷൻസും, ലെങ്തും ബ്രെഡ്ത്തും തിക്നെസ്സും. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ മെറ്റീരിയൽസിനെ നാനോമീറ്റർ റേഞ്ചിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? എന്തുകൊണ്ടായിരിക്കും? നമ്മൾ എടുത്തിരിക്കുന്ന ആ പാർട്ടിക്കിൾസിന്റെ ഉള്ളിലുള്ളത്, അതായത് ബൾക്ക് ഓഫ് നാനോ മെറ്റീരിയൽസ്, ബണ്ടിൽ ഓഫ് നാനോ മെറ്റീരിയൽസിനൊക്കെയാണ് നമ്മൾ ഈ രീതിയിൽ ഉൾപ്പെടുത്തുന്നത്. കാരണം ഇതിനകത്തുള്ളതൊക്കെ എങ്ങനെയായിരിക്കും? നാനോ മെറ്റീരിയൽസ് തന്നെയായിരിക്കും, പക്ഷെ അവയുടെ ഒരു ബണ്ടിൽ അല്ലെങ്കിൽ ഒരു ബൾക്ക് എടുക്കുമ്പോൾ അതിന്റെ ലെങ്തും ബ്രെഡ്ത്തും തിക്നെസ്സും ഒന്നും നാനോമീറ്റർ റേഞ്ചിൽ വരില്ല. ഓക്കെ, എക്സാമ്പിൾ ആയിട്ടുള്ളത് ബണ്ടിൽസ് ഓഫ് നാനോ വയേഴ്സ് ആൻഡ് നാനോ ട്യൂബ്സ് ആസ് വെൽ ആസ് മൾട്ടി നാനോ ലെയർ ഇൻ വിച്ച് 0 dimension, 1 dimensional, 2 dimensional structural elements are in close contact with each other and form interfaces. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ നാനോ മെറ്റീരിയൽസിന് ഒരു ബണ്ടിൽ അല്ലെങ്കിൽ ഒരു മൾട്ടി നാനോ ലെയറുകളൊക്കെയാണ് നമ്മുടെ 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസിന് ഉള്ളിൽ വരുന്നത്. അപ്പോൾ ഇതാണ് 0 ഡയമെൻഷൻ, 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ. ഇങ്ങനെയാണ് നമ്മൾ ഡയമെൻഷൻ അനുസരിച്ച് നാനോ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. 0 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നാനോ സ്ഫിയറുകളൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. 1 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നാനോ ഫൈബറുകൾ, നാനോ ട്യൂബുകളൊക്കെ. 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നാനോ ഫിലിമുകൾ, നാനോ കോട്ടിങ്സ് ഒക്കെ. 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ബണ്ടിൽസ് ഓഫ് നാനോ വയേഴ്സ്, നാനോ ട്യൂബ്സ് ഒക്കെ. വിത്ത് എക്സാമ്പിൾ ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക.